നമസ്കാരം. ഇന്ന് നമുക്ക് കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി ആദ്യമേ ഒരു 3-4 പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. 1 കപ്പ് മൈദമാവ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം, ഉപ്പ് ചേർക്കാം, നമ്മളിവിടെ വെള്ളം ചേർത്താണ് മാവ് കുഴച്ചിരിക്കുന്നത്. വെള്ളത്തിന് പകരം മുട്ടയോ പാലോ ബട്ടറോ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൽ നിന്നും കുറച്ചുകൂടെ അയഞ്ഞ രീതിയിൽ വേണം പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കാൻ. ഒരു 10 മിനിറ്റ് നന്നായി കുഴയ്ക്കാം. ഇതുപോലെ കൈകൊണ്ട് നന്നായി കുഴച്ച് അതിനെ സോഫ്റ്റ് ആക്കിയതിന് ശേഷം എണ്ണ പുരട്ടി നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് ഒരു പാത്രം കൊണ്ട് അടച്ച് 1 മണിക്കൂർ സമയത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ പുരട്ടാം. അതിലേക്ക് മാവ് വെച്ചതിന് ശേഷം മാവിൻ്റെ പുറത്തേക്കും എണ്ണ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്ക് ഒരു നനഞ്ഞ തുണി എടുത്ത് അടച്ചു വയ്ക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കയ്യിലൊരല്പം എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്നുകൂടെ കുഴച്ചെടുക്കാം. ഇതുപോലെ ഒരു ബോളാക്കി എടുത്തതിന് ശേഷം ഇതിനെ കട്ട് ചെയ്ത് ഒരു 4 പീസായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഓരോ പീസും ഇതുപോലെ എടുത്ത് കൈകൊണ്ട് വലിച്ചു നീട്ടി ഇതുപോലെ അകത്തോട്ട് മടക്കി ഇതുപോലെ നല്ലതുപോലെ ബോളാക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കൂടെ വയ്ക്കാം. കുറച്ച് എണ്ണയും കൂടെ ഇതിന് മുകളിലേക്ക് പുരട്ടി വയ്ക്കാം. നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് 20 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി പരത്തിയെടുക്കാം.
ഇതുപോലെ കൈകൊണ്ട് നന്നായി പരത്തിയതിന് ശേഷം ഇതുപോലെ ചുറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ എണ്ണ പുരട്ടി ഇതിനെ അതിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ബോൾസും ഇതുപോലെ പരത്തി ചുറ്റിയെടുക്കാം. എത്രത്തോളം വിസ്താരത്തിൽ ഇത് പരത്താൻ പറ്റുമോ അത്രമാത്രം ഇത് തിന്നായിട്ട് കിട്ടുകയും നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി കല്ലിലേക്ക് എണ്ണ പുരട്ടാം. ഇതിനെ കൈകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് പ്രസ് ചെയ്യാം. ഇതിനെ നമുക്ക് ചൂടായ കല്ലിലേക്ക് മാറ്റി ചുട്ടെടുക്കാം. ഇത് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായി വേവിച്ചെടുക്കാം. പൊറോട്ട റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനെ ചെറു ചൂടോടെ തന്നെ അടിച്ച് ലെയറാക്കി എടുക്കാം. നമ്മൾ കൊത്തു പൊറോട്ടയ്ക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് അധികം ലെയറിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ലെയറായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് 2 എണ്ണം വീതം എടുത്ത് കത്തിയോ കത്രികയോ ഉപയോഗിച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കൊത്തു പൊറോട്ടയ്ക്ക് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ: ഒരു പകുതി ക്യാപ്സിക്കം, 2 സവോള, ഒരു മുട്ട, ഒരു ടൊമാറ്റോ, ഒരു തണ്ട് കറിവേപ്പില, സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില, ഒരു പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, 2 വെളുത്തുള്ളി. ചിക്കൻ കറി വെച്ചതിൻ്റെ ഗ്രേവി 1 കപ്പ്. കറി വെച്ച ചിക്കനിൽ ഒരു 4 പീസ് എടുത്ത് അതിൻ്റെ എല്ല് നീക്കി ചെറുതാക്കി എടുത്തത്. ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. ഒരു സവാള അരിഞ്ഞത്, ഒരു ടൊമാറ്റോ അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, 2 വെളുത്തുള്ളി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം, സവാള അരിഞ്ഞ് വെച്ചത് ചേർക്കാം. ഒരു സവാള അരിഞ്ഞതാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവി ചേർക്കാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ആവശ്യമെങ്കിൽ കൂടുതൽ ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ ചേർക്കാം.
ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർക്കാം. ഇനി ഇതിനെ തീ ഓഫ് ചെയ്ത് വാങ്ങി കൊത്തിയെടുക്കാം. ഇതുപോലെ അരികു മൂർച്ചയുള്ള ഒരു കപ്പോ പാത്രമോ വെച്ച് പൊറോട്ട നമുക്ക് കൊത്തിയെടുക്കാം. പൊറോട്ട കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഗാർണിഷ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.